ഈ മത്ലഹിൻ്റെ ഇഖ്തിലാഫിൽ പറയപ്പെടുന്ന ഈ 8 ഡിഗ്രിയുടെ മാനദണ്ഡം എന്നാണ്. എങ്ങനെ ഇഖ്തിലാഫുൽ മത്താലയുടെ അതിൻ്റെ അതാണ്. അതിപ്പോൾ ഷെർക്കാവിയിൽ നിന്നൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ബാജരി അബിയൊക്കെ പറഞ്ഞ് ബുഷറൽ കരീമിലൊക്കെ കാണാം മദ്ഹബിൻ്റെ ഇത്തിഫാഖ് എന്ന് പറഞ്ഞ് അതിൻ്റെ മാനദണ്ഡം ഒരുപക്ഷേ ഗോളശാസ്ത്രത്തിൻ്റെ ചില മുഖദ്ദിമത്തുകളാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കീവയക്കം രൂപപ്പെട്ടതാവാം. അവിടെയും അത് പറഞ്ഞതിനർത്ഥം അതിനേക്കാൾ കുറഞ്ഞതിൽ അത് ഉണ്ടാവില്ല എന്നല്ലാതെ അതുകൊണ്ട് മാത്രം ഉണ്ടാവണമെന്നല്ല എന്നും അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ബാറകൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ആ റൂട്ടിക്ക് കടന്നാൽ ഇനി ഒരുപാട് സമയം പറയേണ്ടി വരും എന്നിട്ട ഞാൻ ആദ്യം തന്നെ പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ ശ്രദ്ധിച്ചതറിയില്ല. ഇത്തിഹാദ് ഇഖ്തിലാഫ് എന്നുള്ളത് ഒരു നിശ്ചിത കിലോമീറ്ററോടോ ഒരു നിശ്ചിത ദർജയോടോ ഡിഗ്രിയോടോ ബന്ധപ്പെടുത്തുന്നത് അത്രത്തോളം പ്രബലമല്ല. കാരണം അതിനാണ് ഞാൻ ഗോളശാസ്ത്രത്തിൽ നിന്ന് തന്നെ ഷറഹു ചർമീനിയുടെ ഇബാറ വായിച്ച് കേൾപ്പിച്ചത്. അതിൻ്റെ ഹദ്ദ് വൈറു മദ്ബൂത്തത്തിൻ ബഅദു, ഇതുവരെ അത് മദ്ബൂത്തല്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫിഖ്ഹിലുള്ള മാനദണ്ഡം വേഗത്തിൽ മനസ്സിലാക്കാൻ നല്ലത് വൽ മുറാദു ബിഖ്തിലാഫിഹ അൻ യതബഅദൽ മഹല്ലാനി ബിഹൈസു ലൗ റുഇയ ഫീ ബലദിൻ ലം യുറ ഫിൽ ആഖിരി വാലിബൻ. ഇതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അങ്ങനെയാണ് പഴയകാല ഫുഖഹാ മിക്കവാറും പറഞ്ഞിട്ടുള്ളതും. ഫിഖ്ഹാണ് തന്നെയാണ് ചില ഖിലാഫുകൾക്ക് ഇടമുണ്ട് എന്ന് ഞാൻ സ്ഥിരം പറയാറുള്ളതാണ്. ആ പിടുത്തം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഒരു നിശ്ചിത ദൂരം ഫർസഖിൻ്റെ ഇബാറത്തൊന്നും വായിക്കാതെ പോയത്. അതുമായി ബന്ധപ്പെട്ട ചില ഇബാറകൾ ഫുഖഹാ തന്നെ മുഹസ്സികൾ തന്നെ ചിലത് തൂരെ പരിഗണിച്ചിട്ടുള്ളൂ, അർള് പരിഗണിച്ചിട്ടില്ല എന്നും അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കണ്ട് അവർ തന്നെ ഇടപെട്ടതുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയുന്നത്, ചിലത് ഗോളശാസ്ത്രത്തിൻ്റെ ഇൽമുൽ ഫലക്കിൻ്റെ മുഖദ്ദിമകൾ ബിനാ ചെയ്തതാവാം ഒന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കീവയക്കം സ്വീകരിച്ചുകൊണ്ടും ആവാം. അതൊരവസാന വാക്കായി ഞാൻ കാണുന്നില്ല.